ഹലോ, എല്ലാവർക്കും സുഖമാണോ? ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മിക്കവർക്കും പരിചിതമായ പനീർ ബട്ടർ മസാലയാണ്. അപ്പോൾ തുടങ്ങിയാലോ? ആദ്യം തന്നെ ഗ്യാസ് കത്തിച്ച് ഒരു നോൺ സ്റ്റിക്ക് പാൻ വെക്കണം കേട്ടോ. എന്നിട്ട് ബട്ടർ ഇടുക. ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കുറച്ച് മൂപ്പിക്കുക. ഇതിലേക്ക് പനീർ ഇട്ട് ഒരു ചെറിയ ബ്രൗൺ നിറമാകുന്നത് വരെ റോസ്റ്റ് ചെയ്യണം. കരിഞ്ഞു പോവാതെ നോക്കണേ. എനിക്ക് പനീർ വലിയ ഇഷ്ടമാണ്. വീട്ടിലുള്ളവർക്കും പനീർ വലിയ ഇഷ്ടമാണ്. പനീർ കൊണ്ട് ഒരുപാട് റെസിപ്പികൾ നമുക്ക് ഉണ്ടാക്കാം. ഞാൻ വീട്ടിൽ ഒന്ന് രണ്ട് തവണ പനീർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മിൽക്കി മിസ്റ്റിന്റെ പനീറാണ് കേട്ടോ. എനിക്ക് പനീർ കുറച്ച് പൊടിഞ്ഞുപോയി. റോസ്റ്റ് ചെയ്ത പനീർ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ വേറൊരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് കൂടുതൽ ബട്ടർ ഇട്ടിട്ട് ഒരു സ്പൂണ് ജീരകവും ഒരു പച്ചമുളകും അതിൻ്റെ ഒപ്പം സവാളയും കൂടി ഇട്ട് വഴറ്റണം. ഞാൻ ഒരു പാക്കറ്റ് പനീറാണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ സവാള ഒരു 4 എടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലോണം വഴറ്റണം. സവാളയുടെ നിറം മാറുന്നത് വരെ വഴറ്റണം. ഞാനിത് ഉണ്ടാക്കുന്ന ഒരു പഞ്ചാബി സ്റ്റൈലിലാണ്. പഞ്ചാബികൾ അധികം എരിവ് കഴിക്കാത്തവരാണ്. പഞ്ചാബികൾ ഒരുപാട് പനീർ വെച്ചിട്ട് വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഈശ്വര, ഞാനിത് പറഞ്ഞു പറഞ്ഞ് അവസാനം പഞ്ചാബി ഹൗസിലോട്ട് അങ്ങനെ എത്തിപ്പെടുമോ? ഇനി അടുത്തതായിട്ടൊരു 3 തക്കാളി എടുത്ത് മിക്സിയിലിട്ട് അരച്ച് മാറ്റി വെക്കണം. ഒരു 10-15 കാഷ്യൂനട്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ കുതിരാൻ വെക്കണം. സവാള ഒന്ന് വാടുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം. ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുക. ഇവിടെ കുട്ടികൾക്ക് പനീർ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പനീർ കൊണ്ടുള്ള പലതരം റെസിപ്പികൾ ഉണ്ടാക്കാറുണ്ട്. നിങ്ങളുടെ വീട്ടിലും പനീർ കറി ഇഷ്ടമുള്ളവർ ഉണ്ടോ? ആരൊക്കെ ഉണ്ടാക്കും പനീർ വെച്ചുള്ള വിഭവങ്ങൾ? ചൂട് പോയതിനു ശേഷം നല്ല വഴണ്ട സവാള മിക്സിയിൽ അരച്ച് മാറ്റി വെക്കണം. ഇതിനിടയിൽ ചെറുതായിട്ടൊന്ന് പണി പാളി. എന്റെ സ്റ്റൗവിന് പ്രോബ്ലം ആയതുകൊണ്ട് ഫ്ലെയിം കൂടി സവാള ഒന്ന് കരിഞ്ഞുപോയി. ഞാൻ പിന്നെ പാൻ മാറ്റി വേറൊരു പാൻ വെച്ചു. ഇനി ഈ പാനിലേക്ക് അരച്ച സവാള ചേർക്കുക. നല്ല വഴറ്റിയതിന് ശേഷം അരച്ചു വെച്ച തക്കാളി പേസ്റ്റ് ചേർക്കണം. വീണ്ടും നന്നായി വഴറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്യുക. ശേഷം മിക്സി ജാർ കഴുകിയ വെള്ളം കൂടെ ഇതിൽ കൂടെ ചേർക്കണം. ഇനി വെള്ളം ഒക്കെ വറ്റിയതിന് ശേഷം ഗ്രേവിയുടെ ആവശ്യത്തിനനുസരിച്ച് ചൂടുവെള്ളം ഒഴിക്കണം. നല്ല തിള വരുമ്പോൾ അരച്ചു വച്ചിരുന്ന കാഷ്നട്ട് പേസ്റ്റ് ചേർക്കാം. വീണ്ടും വറുത്തു മാറ്റി വെച്ച പനീർ ചേർക്കാം. ലാസ്റ്റ് കസൂരി മേത്തി എടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി നല്ലവണ്ണം പൊടിയാനാണ് ഏട്ടാ ചൂടാക്കുന്നത്. ഉള്ളം കയ്യിൽ വെച്ച് പൊടിച്ച് ഇതിലേക്ക് ചേർക്കാം. എരിവ് വേണം എന്നുള്ളവർക്ക് 3-4 പച്ചമുളക് ചേർക്കാം. ഞാൻ ഇവിടെ അധികം എരിവ് ചേർത്തിട്ടില്ല. ഉണ്ടാക്കുമ്പോൾ പൊടിയാതെ നോക്കണം. ഇവിടെ ഗ്രേവി ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ വെള്ളം കൂട്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ച് തിക്കായിട്ട് വേണമെങ്കിൽ ഇത് ഉണ്ടാക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്.